ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമാൻ കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഇവിടെ ഒരു ഗീ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. അതിനായിട്ട് 2 പച്ചമുളക് നെടുകെ കീറിയെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായി എരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്പൈസസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിനായിട്ട് 2 തക്കോലം, ഒരു 5-6 കഷ്ണം ചെറിയ കഷ്ണമാണ് പട്ട, ഒരു 5 ഗ്രാമ്പൂ, 3 ഏലയ്ക്ക, ഒരു 1/4 ടീസ്പൂൺ ജീരകം. ബേ ലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയിൽ നിന്ന് പകുതി എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നിർത്താതെ ഇളക്കി കൊടുക്കണം, കാരണം കുറച്ച് ഓയിലേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് സമയത്ത് നമ്മൾ കോരിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. കശുവണ്ടി നല്ല പോലെ ഇളക്കി കൊടുക്കണം. കുക്കർ നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. നേരിയ കളറ് മാറുന്ന സമയത്ത്, കശുവണ്ടി നേരിയ കളറ് മാറുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മുന്തിരി ഇട്ടാലോ ശ്രദ്ധിക്കണം, വേഗം കുക്കാവും. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ കോരി എടുക്കുകയാണ്. ഇപ്പോൾ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉള്ളിയും ഇതൊക്കെ പാടെ പരത്തി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി പെട്ടെന്ന് കുഴഞ്ഞു പോവില്ല. നമ്മൾ ഫ്രൈ ചെയ്ത ഒനിയൻ പരത്തിയിട്ട് കൊടുക്കണം, അപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോവില്ല. ഇനി ഇതെല്ലാം കോരിയെടുത്ത് ഇനി നമുക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് സ്പൈസസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഏലക്കയും ഗ്രാമ്പൂവും ജീരകവും പട്ടയും എല്ലാം ചേർത്ത് നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇത് ഏകദേശം മെൽറ്റാണ് സമയത്ത് നമ്മൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കുകയാണ്. ഇത് പിന്നെ അധികം കളറ് മാറേണ്ട, അപ്പോൾ നമ്മൾ ഗീ റൈസിൻ്റെ കളറ് മാറും. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണുള്ളൂ. വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ഇത് നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണം വരും, നല്ലൊരു ഫ്ലേവറാണ് അതിന്. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് നെടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നല്ല പോലെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഇളക്കി കൊടുക്കുകയാണ്. സവാള അധികം കരിഞ്ഞു പോകാൻ പറ്റില്ല. കരിഞ്ഞു പോയാൽ നമ്മളെ റൈസിൻ്റെ മൊത്തത്തിലുള്ള കളറ് മാറിപ്പോവും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് പൊടിയായി എരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. റൈസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നുമില്ല, ആ സമയത്ത് തന്നെ കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഈ കപ്പിന് 1 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് അതേ കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അരി പിന്നെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല പോലെ പിന്നെ കളറ് മാറണ വരെയൊന്നും ഫ്രൈ ചെയ്യണ്ട. ജസ്റ്റ് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുന്ന വരെ ഇളക്കി കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിം വെച്ച് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഈ റൈസ് ഫ്രൈ ചെയ്യണോണ്ട് നമുക്ക് ആദ്യം വെള്ളത്തെ കുതിർത്തരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് മുറിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ 2 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. റൈസ് ഫ്രൈ ചെയ്തുകൊണ്ട് പിന്നെ പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്. ഇതിലേക്ക് പാകത്തിന് കല്ലുപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് കൂടി ഒഴിച്ച് നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം 2 വിസിൽ വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കുക്കർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉപയോഗിക്കാം. കൂടുതൽ അരിയാണെങ്കിൽ വലിയ കുക്കർ എടുക്കണം. ഇത് 2 കപ്പ് അരി ആയതുകൊണ്ടാണ് ചെറിയ കുക്കർ എടുത്തത്. വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിം വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. 2 വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി പിന്നെ നല്ല പ്രഷറൊക്കെ പോയതിന് ശേഷം
നമ്മൾ ഇത് തുറന്നു നോക്കിയത്. അപ്പോൾ ഇതാ ഈ രൂപത്തിലാണ് നമ്മളെ നെയ്ച്ചോറുള്ളത്. ഒക്കെ നല്ല പോലെ വിട്ട് നിൽക്കുന്നുണ്ട്. അരിയൊക്കെ ചോറ് റൈസ് ഒന്നുമെന്ന് തൊടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ജീരകശാല കൈമ റൈസ് കൊണ്ടാണ് ഞാൻ ഗീ റൈസ് തയ്യാറാക്കിയത്. ഇതിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണേ. ഓക്കെ.